ശ്രീ കെ എസ് ഹരിഹരൻ, ഈ അൻവർ യഥാർത്ഥത്തിൽ ഉന്നം വെക്കുന്നത് ആരെയാണ്? അൻവർ ഒരു ശശിധരനിൽ തുടങ്ങി എം ആർ അജിത് കുമാറിലേക്ക് വരെ എത്തുന്നത് മനസ്സിലാക്കാം. പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശി അമ്പേ പരാജയമാണ് എന്ന് പിണറായി കേൾക്കെ, ഈ നാട് മുഴുവൻ കേൾക്കെ പിണറായിയെ അറിയിക്കാൻ എന്തുകൊണ്ടാണ് അൻവർ ഇപ്പോൾ തുനിഞ്ഞത്? അല്ല, അൻവറിന് അതിലൊരു അജണ്ട ഉണ്ടാവാം. പക്ഷേ അൻവറിന്റെ ഇന്നത്തെ പത്രസമ്മേളനം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ലളിതമായ ഒരു കാര്യം, അദ്ദേഹം മുമ്പ് സംസാരിക്കുന്നത് പോലെ അല്ല ഇന്ന് സംസാരിച്ചതെന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം നന്നായി ഗൃഹപാഠം ചെയ്ത് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട്, വളരെ യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പി ശശിയെ മാത്രം ലക്ഷ്യം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മൊത്തത്തിലെടുത്താൽ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മൊത്തത്തിലെടുത്താൽ, അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ മൊത്തത്തിലെടുത്താൽ, കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പോലീസ് സംവിധാനവും എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുക. അതൊരു എം ആർ അജിത് കുമാറിന്റെ മാത്രം പ്രശ്നമല്ല. ഒരു സിസ്റ്റത്തെ, പോലീസ് സംവിധാനം എന്ന സിസ്റ്റത്തെ അതിന് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പോലും സുരക്ഷിതത്വം ഇല്ല എന്നാണ് അൻവർ പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ദിരാഗാന്ധിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അൻവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പോലും സുരക്ഷിതനല്ല എന്നാണ്. അത് ചെറിയ കാര്യമല്ല. അവര് പറയുന്നത് ഒരു എം എൽ എ ആണ്, ഭരണകക്ഷിയുടെ ഒരു എം എൽ എ ആണ്. അങ്ങനെ ഒരു എം എൽ എക്ക് ഇത്രയും ആശങ്കയോടുകൂടി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പോലും പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ അൻവർ ഒരു പച്ചപ്പാവമായിട്ടാണ് പിണറായി അവതരിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ അൻവറെ പറഞ്ഞുകൊണ്ടാണോ സംശയിക്കണം. ഇതിനകത്തുള്ള നമ്മൾ കാണേണ്ടത് മാഫിയകൾക്കിടയിൽ വരുന്ന വലിയ ഉൾപ്പിരിവുകളും തർക്കങ്ങളും യോജിപ്പുകളും ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, മാഫിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അല്ല, ഒരു സെക്കൻഡ്, അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനമാണ്. പിണറായിയുടെ തന്നെ അനുഗ്രഹാശിസോടെ അൻവർ ഇതൊക്കെ പറയുകയാണെന്നാണോ? അങ്ങനെയും കരുതാം. കാരണം ഇതൊരു ഒരു 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 മാഫിയ സംവിധാനത്തിനകത്ത് ഡിവിഷൻ വരുമ്പോ അല്ല, അങ്ങനെ എ ഡി ജി പി വരെ വെക്കും ശശി മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു ഉൾവിളിയോടെ ഇപ്പോഴാണോ പിണറായി തിരിച്ചറിയേണ്ട സന്ദർഭം? അതിനി അങ്ങനെയാണെങ്കിൽ തന്നെ ശശിയെ നിഗ്രഹിക്കാൻ അൻവർ എന്ന കരുവിനെയാണോ പിണറായിയെ പോലെ കരുത്തനായി ഈ പറയുന്ന എല്ലാവരെയും വെട്ടിനിരത്തിയ ഈ അതികായന് ഇപ്പോൾ വേണ്ടത്? അല്ല, അത് രാഷ്ട്രീയത്തിനകത്ത് ആളുകൾ കരുക്കൾ, ഒരു ചതുരംഗ കളിയല്ലേ. ചതുരംഗത്തിനകത്ത് കരുക്കൾ എപ്പോഴും എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നല്ല കളിക്കാരാണ് തീരുമാനിക്കുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിന് വരാൻ പോകുന്ന ഫോളോ അപ്പുകൾ അൻവർ ഉൾപ്പെടെ ഏത് നിലയ്ക്കാണ് പെരുമാറുക, ശശി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അദ്ദേഹം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് പരിശോധിക്കാം. പക്ഷേ ശ്രീ കെ എസ് ഹരിഹരൻ, ഈ വെളിപ്പെടുത്തലിന്റെ ഒരു തീവ്ര സ്വഭാവം വെച്ചുകൊണ്ട് അത് ശശിയെ ഇല്ലാതാക്കുക, എ ഡി ജി പിയെ മാറ്റുക, അത്തരമൊരു പരിമിത ലക്ഷ്യം പിണറായിക്ക് സാധിക്കാനാണ് എന്ന് എങ്ങനെ കരുതാൻ കഴിയും? പിണറായിയുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണിത്. അല്ല, അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അൻവർ സംസാരിക്കുന്നത്. പിണറായി വിജയൻ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് അദ്ദേഹം ചതിപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല ശ്രീ കെ എസ് ഹരിഹരൻ, ശ്രീ കെ എസ് ഹരിഹരൻ, CMO മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും ചേർന്ന് കേരളത്തിൽ ഒരു അധോലോക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗുണ്ടാ സംഘങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളെ പോലും വെല്ലുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു. സർക്കാർ സംവിധാനം ആകെ ഇപ്പോൾ ആളുകളെ കൊല്ലുക, ആളുകളെ മനോരോഗികളാക്കുക, സ്വർണം പൊട്ടിക്കുക, സ്വർണം കടത്തുക, ഈ വിക്രിയകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമതായി, ഇനി അജിത് കുമാറിന്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടത് കിടക്കുന്നുണ്ടെങ്കിലും ശശിക്ക് ഈ സ്വർണം പൊട്ടിക്കലുമായിട്ടൊക്കെ എന്ത് താല്പര്യം ശ്രീ കെ എസ് ഹരിഹരൻ? താല്പര്യം ഉണ്ടാവല്ലോ. ഭരണത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്തരം താല്പര്യങ്ങളിൽ പെട്ടുപോകുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതില്ല എന്നുള്ളത് അവരാണ് തെളിയിക്കേണ്ടത്. ഉണ്ടെന്നുള്ളത് തെളിയിക്കേണ്ടത് അൻവറിന്റെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയല്ല അത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിന്റെ മുഖം ആകെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ മന്ത്രിമാരുടെ മുഴുവൻ ഫോണും ചോർത്തുന്നു എന്ന് പറഞ്ഞ് മന്ത്രിസഭാ അംഗങ്ങൾക്ക് പോലും ഇനി ഈ അജിത്തിന്റെ മുഖത്തേക്ക് എങ്ങനെയാണ് നോക്കുക? അവർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഒരു വിശ്വാസയോഗ്യമായി അവർക്ക് അവരുടെ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുക? അത് അവരിലേക്ക് മാത്രമായി, അവരുടെ വിരൽ ചൂണ്ടപ്പെടുന്നത് അജിത്തിലേക്ക് മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിലേക്കുമ്പോൾ മുഖ്യമന്ത്രിയും അവർ സംശയത്തോടെ കാണും. ആ അളവിലേക്ക് ഇതിനെ വളർത്തി അൻവർ നിർത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ് ഒരു പച്ചപ്പാവമായി മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളിലെല്ലാം തിരുത്തൽ നടത്താനുള്ള ഒരു ശക്തിദായകമായ ഔഷധമായി വരിക? അല്ല, ഇത് വളരെ വലിയ ഒരു പ്രോജക്റ്റ്. ഞാനിതിനെ കാണുന്നത് വളരെ വിശാലമായ താല്പര്യങ്ങളുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ്. ആ പ്രോജക്റ്റിന്റെ ഒരു ചെറിയ വശം മാത്രമാണ് അൻവർ ഇന്ന് പുറത്തുവിട്ടത്. എന്താണ് ആ പ്രോജക്റ്റ്? ആ പ്രോജക്റ്റ് വളരെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു സംഗതിയാണ്. കാരണം അത്
കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു വലിയ തീവ്ര വലതുപക്ഷത്തു നിന്നുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്. അതിന്റെ വിശദാംശങ്ങൾ പക്ഷെ നമുക്കൊരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അതാണ് പ്രശ്നം. എങ്കിലും പരിമിതമായെങ്കിലും താങ്കൾക്ക് നൽകാൻ കഴിയുന്ന സൂചനകൾ എന്താണ്? അതിൽ കേരളത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ കേരളത്തിലെ പോലീസ് ഉൾപ്പെടെ ഭാഗവാക്കുകളാണ്. താങ്കൾ സൂചിപ്പിക്കുന്നത് ഒരു സംഘി പോലീസാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാരാണ് എങ്കിലും സ്റ്റേറ്റ് BJP-യുടേതാകുന്നു എന്നാണോ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കാരണം ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അൻവർ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. കേരളത്തിലെ പോലീസിനകത്ത് സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും എന്നുള്ളൊരു ഡിവിഷൻ വളരെ കാലമായിട്ടുണ്ട്. അതിപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ആ അനുകൂലിക്കുന്ന പോലീസുകാരും എതിർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അത് അടുത്ത ഘട്ടത്തിലേക്ക് അത് പോകുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് അത് ഇടപെടുന്ന രീതി എന്താണെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി, പലതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അങ്ങ് തന്നെ ആദ്യം പറയുകയുണ്ടായി, പിണറായി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹാനുസരണം ഇറക്കിയതായിരിക്കാം അൻവറിനെ. ഇപ്പൊ അങ്ങ് പറയുന്നു ഒരുപക്ഷെ BJP-യുടെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാകുമെന്നെങ്കിൽ മൂന്നാമത്തെ ഇപ്പൊ കരക്കമ്പിയായി പ്രചരിക്കുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അതിന്റെ പ്രതികരണത്തിനായി. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തിയതും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശശിയാണ്. അപ്പോൾ ഈ ശശിയെ അവിടെ നിന്ന് മാറ്റുക, ഈ ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണ് മുഖ്യമന്ത്രി എന്ന അവസ്ഥ തിരുത്തുക. പല കരുത്തുറ്റ തിരുത്തൽ നടപടികളിലേക്കും കടന്നിരിക്കുകയാണ്. ഇന്ന് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പാർട്ടി. അപ്പോൾ അൻവറിനെ അതിനുവേണ്ടി ഒരു കരുവാക്കിക്കൊണ്ട് ഒരു വലിയ തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാനുള്ള സൂചനയായും ഇതിനെ കാണാമോ? അതും ഒരു സിദ്ധാന്തമാണ്. അതൊരു സാധ്യതയില്ല. കാരണം പിണറായി വിജയനും ശശി എന്ന് പറയുന്നത് സയാമീസ് ഇരട്ടകളാണ്. അതിൽ ഒരാളെ തോൽപ്പിച്ചിട്ട് മറ്റേയാളെ തിരുത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അത് അൻവറിനെ പോലെ ഒരാൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആ സിദ്ധാന്തം നിലനിൽക്കുന്നതല്ല. വളരെ നന്ദി ശ്രീ KS ഹരിഹരൻ പ്രതികരിച്ചതിന്. ഞാൻ